ആദാബ് ഡിപ്ലോമ ഉറുദു കോഴ്സിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഗുഫ്തഗുവാണ്, ഒരു ഗുഫ്തഗു അഥവാ ഒരു കോൺവെർസേഷൻ ആണ് നമ്മൾ നോക്കുന്നത്, പരിചയപ്പെടുന്നത്. ഇതിലെ 3 കഥാപാത്രങ്ങൾ ഉദ്ദേശിച്ച് അതിലെ 3 ആളുകൾ, അതാണ് ഒന്ന് ആഷ, ഒന്ന് സീമ, ദെൻ ഇഖ്ബാൽ. ഈ 3 ആളുകളാണ്. ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്, ഒരു ഗുഫ്തഗു ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഈ ഒരു ഗുഫ്തഗു നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെയുള്ള ഒരു ഗുഫ്തഗു നമുക്ക് തയ്യാറാക്കാൻ പറ്റണം. സാഹചര്യങ്ങൾക്കനുസരിച്ച്, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നോക്കാം. അപ്പൊ അതിന് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആദ്യം ഈ ഒരു ഗുഫ്തഗു ഒന്ന് പരിചയപ്പെടാം. സബക് ദോ. ആഷ. ആഷ ആരാണ്? ആഷ അഭിസംബോധന ചെയ്യാണ്. ആരോട്? സീമയോട്. എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? ആദാബ് ഖാലാജാൻ. ആദാബ് നമ്മൾ അസ്സലാമു അലൈക്കും പറയുമ്പോൾ കൈ കൊടുക്കല്ലേ ചെയ്യുക. അതിന് പകരം ഉറുദുവിലുള്ള കൾച്ചർ എങ്ങനെയാണ്? ആദാബ് ഖാലാജാൻ. ഉദ്ദേശിച്ചാൽ അസ്സലാമു അലൈക്കും എന്ന് നമ്മൾ പറയുന്ന അതേ പ്രതീതി, അതായത് നമസ്കാരം എന്ന് പറയുന്ന അതേ പ്രതീതി, ആ രൂപത്തിൽ. ആദാബ് ഖാലാജാൻ. ഖാലാജാൻ എന്ന് പറഞ്ഞാല് നമ്മള് ഉമ്മയുടെ അനിയത്തി, ആ ഒരു അർത്ഥമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇളയമ്മ എന്ന് പറയല്ലോ. ആദാബ് ഖാലാജാൻ. तो सीमा तिरछरण आदाब, खुश रहो, आओ बेटी आओ, मेरे करीब बैठो. मेरे करीब मीन्स मेरे पास बैठो. क्या पियोगी? क्या पियोगी मीन्स तुम क्या पियोगी? നീ എന്താണ്, എനിക്ക് എന്താണ് വേണ്ടത് കുടിക്കാൻ? ആദാബ് ഖുഷ് രഹോ. ഖുഷ് രഹോ എന്ന് പറഞ്ഞാൽ ഖുഷി, ഖുഷ് രഹോ, സന്തോഷിക്കേ, സുഖം തന്നെ അല്ലേ എന്നർത്ഥത്തിലാണ്. ആവോ ബേട്ടി, ആവോ, ആവോ ബേട്ടി, ബേട്ടി കം. എന്നിട്ടോ ആവോ മേരെ ഖരീബ്, മേരെ പാസ് ബൈഠോ, ക്യാ പിയോഗി, എന്താണ് ഈ കുട്ടി, എന്താണ് വേണ്ടത് കുടിക്കാൻ? ഭാഷ പറയണ തിരിച്ച് കുച്ച് നഹി, കുച്ച് നഹി, ഒന്നും വേണ്ടതില്ല, ശുക്രിയ. എന്നിട്ട് എന്താ പറയുക? ആ ചോദിച്ചതിനുള്ള ഒരു താങ്ക്സ് എന്ന് പറയുന്നത് ശുക്രിയ. അപ്പൊ കുറച്ച് പദങ്ങൾ പഠിച്ചല്ലോ. ഒരു ഇൻട്രൊഡക്ഷനിലെ ആദാബ് എന്ന് പറയും. പിന്നെ ആരോട് നമ്മൾ സംസാരിക്കുന്നത് അവരുടെ പേര് കൂട്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ എന്താണോ ഉള്ളത് ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്താണോ അത് വെച്ചിട്ട് നമ്മൾ പറയുന്നത്. ആദാബ് ഖാലാജ എന്നിവിടെ പറഞ്ഞു. നമ്മൾ വേറെ നമ്മുടെ സുഹൃത്തോട് പറയണെങ്കിൽ ആദാബ് മുഹമ്മദ് സാബ്, ആദാബ് ആദാബ് സലീം ഭായ്, ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയാ അവരുടെ പേര് സഹോദരൻ ആ രൂപത്തിൽ എന്ത് ചെയ്യണം? ഭായ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ സുഹൃത്തുക്കളും നമ്മൾ ഭായ് എന്നുള്ളത് ഉപയോഗിക്കും. നമ്മളെക്കാൾ സീനിയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കും. അപ്പോ ആ രൂപത്തില്. പിന്നെ ആദാബ്, ആദാബ് ഉസ്താദ് സാബ് പറയാം. പിന്നെ അപ്പൊ തിരിച്ചും നമ്മൾ പറയുന്നത് ആദാബ് എന്ന് തന്നെയാണ്. എന്നിട്ട് പറയണം ഇവിടെ നമ്മൾ എന്ത് കാര്യം തന്നാലും കൊടുത്താലും, അതുപോലെ നല്ലൊരു കാര്യം പറഞ്ഞു തന്നാലും ഒക്കെ നമ്മൾ എന്താണ്? ശുക്രിയ, ആ ഒരു നന്ദി നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. കുച്ച് നഹി. അപ്പോ വെള്ളം എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ കുച്ച് നഹി, ഒന്നും വേണ്ടതില്ല, താങ്ക്സ്, ശുക്രിയ. സീമ. സേബ് തോ ഖാ സക്തി ഹോ, സേബ് തോ ഖാ സക്തി ഹോ എന്നുവെച്ചാൽ തൂ സേബ് തോ ഖാ സക്തി ഹോ എന്നാണ് വരുന്നത്. അപ്പോ സേബ് തോ ഖാ സക്തി ഹോ, സേബ് ആപ്പിൾ, ഖാ സക്തി ഹോ ഖാന കഴിക്കുക, സേബ് തോ ഖാ സക്തി ഹോ ആപ്പിൾ കഴിക്കൂലെന്ന്. ലോ സേബ് ഖാവോ, എന്നിട്ട് എടുത്തോ സേബ് ഖാവോ, സേബ് എടുത്ത് കഴിച്ചോ എന്ന് പറയണേ. ആരെ? നമ്മളെ ഖാലാജാൻ പറയണേ. അന്നേരം ഇവിടെ പറയണത്, ആഷ പറയണത് ജി ആപ് ഭി ഖായിയെ, ഞാൻ മാത്രല്ല ആപ് ഭി, നിങ്ങളും. ഭി ഖായിയെ, ഖായിയെ എന്നാണ് ഉപയോഗിച്ചത്. ആപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖായിയെ എന്ന് പറഞ്ഞത്. തും എന്നാണെങ്കിൽ ഖാവോ എന്നാണ് വരിക. അടുത്ത് നോക്കാം. അപ്പൊ സീമ പറയണത് നഹി മുझे ഡോക്ടർ ने മനാ കിയാ ഹേ. നഹി വേണ്ട. കാരണം എന്താണ്? മുझे, മുझको, മുझे എന്താണ്? എന്നെ. ഡോക്ടർ ने മനാ കിയാ ഹേ, ഡോക്ടർ എന്നോട് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ആ സമയത്ത് അവിടെ ആര് വരികയാണ്? ഇക്ബാൽ വരികയാണ്. എന്നിട്ട് ഇക്ബാൽ പറയണത് ആപ്പാ ജാൻ, ആപ്പാ ജാൻ. ആപ്പ എന്ന് നമ്മള് ഇത്താത്ത എന്നറിയല്ലോ, താത്ത എന്ന് പറയും, ആ റെസ്പെക്റ്റോട് കൂടിയാണ് അപ്പൊ ഇക്ബാൽ അവിടെ നിന്ന് വരികയാണ്. കാണാണ് ആരെ? നമ്മളുടെ സീമനെ കാണാണ്. എന്നിട്ട് പറയണേ ആപ്പാ ജാൻ അസ്സലാമു അലൈക്കും. അപ്പൊ തിരിച്ചു പറയണ സീം എന്ത്? വലൈക്കും അസ്സലാം ഇക്ബാൽ. ആര് പേര് വിളിക്കണത്? വലൈക്കും അസ്സലാം ഇക്ബാൽ. അപ്പൊ എന്നിട്ട് പറയണത് വന്നതല്ലേ, തശ്രീഫ് രഖിയേ, വെരി കം ആൻഡ് സിറ്റ്. തശ്രീഫ് രഖിയേ, വന്നിരുന്നാലും എന്ന് പറയുന്ന നേരെ അർത്ഥം. തശ്രീഫ് രഖോ എന്നല്ല പറഞ്ഞത്. അപ്പൊ തും എന്നാണ്, തും തശ്രീഫ് രഖോ എന്നാണ് പറയാ. ആപ്പ് എന്നുള്ളതായതുകൊണ്ടാണ് തശ്രീഫ് രഖിയേ. എന്നിട്ടോ ഓർ സേബ് ഖായിയേ, സേബ് ആപ്പിൾ, ഖായിയേ. അടുത്ത ഇക്ബാൽ आपा कल मेरे घर आप लोग तशरीफ लाइए. എന്താ പറയണേ? आपा कल मेरे घर आप लोग तशरीफ लाइए. നാളെ നിങ്ങൾ എന്ത് ചെയ്യണം? मेरे घर, मेरे घर पर आप लोग तशरीफ लाइए. നാളെ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം എന്ന്. സീമ क्यों, कोई खास बात है? എന്താ, വല്ല പ്രത്യേകിച്ച് വല്ലതുണ്ടോ? कोई खास बात है, വല്ല പ്രത്യേകിച്ച് എന്തെങ്കിലും? ഇക്ബാൽ മേരെ ബേട്ടെ കി സാൽഗിര ഹേ. എന്താണ് കാരണം? മേരെ ബേട്ടെ കി, എന്റെ ബേട്ട മകൻ, ബേട്ടെ കി മകന്റെ, സാൽഗിര ഹേ ബർത്ത് ആനിവേഴ്സറി ആണ് എന്ന് വെച്ചാൽ പിറന്നാളാണ് എന്ന്. സീമ അരേ വാഹ് മുബാറക് ഹോ. മുബാറക് എന്ന് പറഞ്ഞാല് ആശംസകൾ, നമ്മൾ പറയാറുണ്ടല്ലോ ഈദ് മുബാറക് എന്ന്. അതുപോലെ മുബാറക് ഹോ. ജരൂർ ആയെങ്കെ, ഹം ജരൂർ ആയെങ്കെ, നമ്മൾ തീർച്ചയായിട്ടും വരാമെന്ന്. ഇക്ബാൽ ആശ തും ഭി ആന. ഇക്ബാൽ പറയണത്, ആശയോട് പറയണത് തും ഭി ആന, നീയും വരണം ആശ എന്ന്. ആശ പറയണത് ജരൂർ ആവുങ്ക, ജരൂർ ആവുങ്കി അങ്കിൾ, ജരൂർ ആവുങ്കി അങ്കിൾ. അങ്കിൾ ഞങ്ങൾ എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും വരാമെന്ന്. അപ്പനെ വാലിദൈൻ കോ ഭി സാത്ത് ലാന. നിങ്ങളുടെ അപ്പനെ, നിങ്ങളുടെ എന്ത് ചെയ്യണം? വാലിദൈൻ കോ ഭി, വാലിദ് എന്ന് പറഞ്ഞാൽ ഉപ്പ, വാലിദ എന്ന് പറഞ്ഞാൽ ഉമ്മ, വാലിദൈൻ എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾ, രണ്ടുപേരെയും എന്ത് ചെയ്യണം? കോ ഭി സാത്ത് ലാന, അവരെ കൂടി എന്ത് ചെയ്യണം? നിങ്ങൾ കൊണ്ടുവരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താകും? ഹമേ ഖുഷി ഹോഗി. ഹമേം, ഹം, ഹമേം നമ്മൾക്ക് എന്താകും? ഖുഷി ഹോഗി, ഭയങ്കര സന്തോഷാവും. നിങ്ങൾ അവരെ കൂട്ടി വരണട്ടോ എന്ന് പറയണം. ഭാഷ പറയണേ ജി ജരൂർ, ഞങ്ങൾ വരാം. അടുത്ത ഇക്ബാൽ പറയണത് അപ്പനി ചോട്ടി ബഹൻ സെ കഹന. ഇവിടെ ചോട്ടി ബഹൻ ഉണ്ടല്ലോ, ഇളയ സഹോദരി, അവളോട് പറയണെന്ത്? കഹന പറയണം. വോഭി ആയേ, അവളോട് കൂടി വരാൻ പറയണെന്ന്. വോഭി ആയേ. ഭാഷ പറയണേ ജി വോഭി ആയേഗി, അതെ അവളും വന്നോളും. ഇക്ബാൽ ശുക്രിയ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു തിരിച്ച് താങ്ക്സ് എന്ന് പറയുന്നത് ശുക്രിയ, ക്ഷണിച്ച്. നോക്കാം ഇനി ഇതിലെ കുറച്ച് ഗ്രാമർ ഭാഗങ്ങളും പരിചയപ്പെടാം. നമ്മൾ ഇതിൽ പറഞ്ഞു പോയതാണ്, എന്നാലും നോക്കാം. നമ്മൾ പറയുന്നതാണ് ആവോ. ചിലത് നമ്മൾ ആവോ എന്ന് ഉപയോഗിക്കും. അതെപ്പോഴാണ് ഉപയോഗിക്കുക? സിംഗുലർ ആവുമ്പോഴാണ് ആവോ എന്ന് ഉപയോഗിക്കുന്നത്. തും ആവോ, തും ബൈഠോ, തും ബൈഠോ, നീ ഇരുന്നോ. തും ആവോ, തും എന്നുള്ളതിനാണ് ഈ രൂപത്തിൽ ഉപയോഗിക്കുന്നത്. തും പിയോ, തും പീലോ, ഇതിനൊക്കെ. തും ഖാവോ, തും ഖാലോ, തും ലാവോ, തും രഖോ, തും രഖ്ലോ, ഇതൊക്കെ. അത് നമ്മൾ എന്ത് ചെയ്യണം? പ്ലൂരലാണെന്നുണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റെസ്പെക്റ്റോട് കൂടിയാണെങ്കിൽ നമ്മൾ എന്താക്കും? ആയിയേ, ആപ് ലോഗ് ആയിയേ, ആപ് ആയിയേ എന്നുള്ള ഉപയോഗിക്കുന്നത്. ആവോ എന്നുള്ളത് ആപ്പ് എന്നാകുമ്പോ, അല്ലെങ്കിൽ വോ എന്നാകുമ്പോ, അവര് എന്നുള്ള അർത്ഥത്തിലാകുമ്പോ, ഒന്നിൽ കൂടുതൽ ആളുകളാകുമ്പോ എന്താണ്? ആയിയേ എന്നാണ് ഉപയോഗിക്കുന്നത്.
ആവോ എന്നത് ആയി എന്നായി മാറും. അതുപോലെ ബൈഠോ എന്നുള്ളത് ബൈട്ടിയെ, ബൈട്ടിയെ. അടുത്തെന്താണ്? പിയോ എന്നുള്ളത്, അല്ലെ പീലോ എന്നുള്ളത് പീജിയെ, പീലീജിയെ, आप पी लीजिए, आप पीजिए, आप चाय पी लीजिए. ഇനി അടുത്തത് ഖാओ എന്നുള്ളത് അല്ലെ ഖാലോ എന്നുള്ളത് ഖായിയെ ഖാലിജി എന്നായി മാറും. आप सेब खाइए, അല്ലെങ്കിൽ आप लोग सेब खाइए, आप लोग खाना खाइए, आप लोग खाना खा लीजिए. ഈ അർത്ഥത്തില്. അടുത്തതാണ് ലാവോ. ലാന എന്നാണ് കൊണ്ടുവരിക എന്നാണ്. ലാവോ കൊണ്ടുവരൂ എന്നുള്ളത്. തും ലാവോ എന്ന് പറയും. അത് ആപ് ലോഗ് ലായിയെ, അല്ലെങ്കിൽ ആപ് ലായിയെ, താങ്കൾ കൊണ്ടുവന്നാലും. ഇനി അടുത്ത് നോക്കാം. രഖോ, വെച്ചോ. അവിടെ വെച്ചൊക്കെ അറിയില്ലേ? രഖ്ലോ, അതിനാണ് നമ്മൾ എന്താ പറയുക? രഖിയെ, രഖ് ലീജിയെ. അപ്പോ ആപ് രഖിയെ, താങ്കൾ കൊണ്ടുവന്ന് വെച്ചാലും. ആപ് രഖ് ലീജിയെ, അതെ, റെസ്പെക്ടോട് കൂടി ഏകദേശം ഒരു അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ പ്രയോഗങ്ങൾ വരുന്നത്. ഇവിടെ നോക്കാം. തും ആവോ, ആപ് ആയിയെ. ഇനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻ വേർഡുകളാണ്. എന്താണ് നമ്മൾ ക്വസ്റ്റ്യന് വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് നിഷാനാണ്. ക്യോം, ക്യോം എന്ന് പറഞ്ഞാല് എന്ത്, ക്യോം, ക്യോം, എന്തുകൊണ്ട്, എന്തുകൊണ്ട്. കൈസേ, എങ്ങനെ. വൈ ആൻഡ് ഹൗ. അപ്പൊ ഈ ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് ഇത്. ഇത് ഉപയോഗിച്ചിട്ട് आप लोग क्यों आए, आप लोग क्यों गए, तुम क्यों आए, तुम क्यों आया. ഈ അങ്ങനെയുള്ള അർത്ഥങ്ങളിലാണ് ഇത് നമ്മൾ ക്യോം എന്നുള്ള നമ്മൾ ഉപയോഗിക്കുന്നത്. കൈസി, आप लोग कैसे आए, कैसे जाना हुआ. അപ്പൊ ഇങ്ങനെയുള്ള ഈ അർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന അത് നോക്കാം. അടുത്തത് അടുത്തൊന്നാണ് ആന. ആന എന്ന് പറഞ്ഞാൽ വരിക എന്നുള്ള ഒരു വേർബ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നോക്കാം അതിന്റെ വ്യത്യസ്ത ഇതിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. ഐ വിൽ കം, അതിനാണ് ആവുങ്ക. ഐ വിൽ കം, ഐ ആവുങ്ക. ഉദ്ദേശിച്ചാൽ മേ ആവുങ്ക എന്നാണ് അതിന്റെ ഹിഡൻ ആയിട്ടുള്ളത്. എന്താണ് ആയെങ്കി, ആയെങ്കി വരാം എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ഹം ആയെങ്കി എന്നാണ്. വി വിൽ കം. അടുത്തെന്താണ്? ആയേഗ, യു വിൽ കം. ആയേഗ വരുമോ എന്നർത്ഥത്തിലാണ്. ആയേഗ, യു വിൽ കം. അടുത്തെന്താണ്? ആവോഗേ. ഇതും ആ അർത്ഥം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആവോഗേ, വരുമോ. യു വിൽ കം. അപ്പൊ ലേഡീസിനോടാണ് എങ്കിൽ എന്താണ് പറയാ? ആവുകി, തും ആവുകി. അടുത്ത് നോക്കാം. യു വിൽ കം, അതിന് തന്നെ മറ്റൊരു പ്രയോഗം കൂടി ഉണ്ട്. ആയെങ്കി, ആപ് ആയെങ്കി. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഉറുദുവില് തു, തും, ആപ് ഇങ്ങനെയുള്ള ഓരോന്നിനും ഹം, ഇതിനൊക്കെ വ്യത്യസ്തമായ പദപ്രയോഗങ്ങൾ ഉണ്ട്. അതേ സമയത്ത് ഇംഗ്ലീഷിലാകുമ്പോൾ യു എന്ന് തന്നെയാണ് തും എന്നുള്ളതിനും ഹം, ആപ് എന്നുള്ളതിനൊക്കെ ഉപയോഗിക്കുന്നത്. നോക്കാം. ഹം ആയെങ്കെ എന്നുള്ളതിനാണ്, അല്ലെങ്കിൽ ആപ് ആയെങ്കെ റെസ്പെക്റ്റോട് കൂടിയാവാം. ആപ് ആയെങ്കി അല്ലെ ഹം ആയെങ്കി, ഈ ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. അടുത്താണ് ഹി വിൽ കം. ആയേഗ, അതിന് ഹിഡൻ ആയിട്ടുള്ള എന്താണ്? വോ ആയേഗ. അടുത്താണ് വോ ആയേഗി. ഷീ വിൽ കം. ആയേഗി എന്നുള്ളതിനാണ് ഷീ എന്ന് ഉപയോഗിച്ചത്. ആയേഗ അവരാണെങ്കിൽ ഗ എന്ന് ഉപയോഗിക്കും. ആയേഗി ഫ്രീ ആവുമ്പോൾ. ഇനി അടുത്ത് ആയെങ്കെ, ദേ എന്നുള്ളതാണ്. വോ ആയെങ്കെ, ഹി വിൽ കം, അല്ല ദേ വിൽ കം. അടുത്താണ് ആയെങ്കി, ദേ വിൽ കം. അപ്പൊ അവിടെ ഫെമിലിയർ, അതായത് ഫെമിനിൻ ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ആയെങ്കി എന്ന് വരുന്നത്. ഇനി നോക്കാം. നമ്മൾ കൾച്ചറൽ ആസ്പെക്ട്സ് ആണ് കുറച്ചു നേരം നമ്മൾ ചർച്ച ചെയ്തത്. എന്തൊക്കെയാണ്? നമ്മൾ മറ്റൊരാളുടെ നമ്മൾ ആദ്യം കാണുമ്പോൾ പറയുന്നത് ആദാബ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നു, അല്ലെങ്കിൽ നമസ്കാരം എന്ന് പറയുന്നു. ഇതൊക്കെ അതുപോലെ ഹിന്ദുസ് ആണെങ്കിൽ രാം രാം എന്ന് പറയുന്നു.
ഇതൊക്കെയാണ് നമ്മുടെ കൾച്ചറൽ ആയിട്ടുള്ള ഒരു ഗ്രീറ്റിംഗ്സ്. നോക്കാം അടുത്തത് ജാൻ. നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നതാണ് ജാൻ എന്നുള്ളത്. ജാൻ എന്ന് പറഞ്ഞാൽ ജീവൻ എന്നുള്ളതാണ്. ഇന്നിവിടെ ഉദ്ദേശിച്ചാൽ ഒരു നമ്മൾ അത്രയും റെസ്പെക്റ്റോട് കൂടിയിട്ട് നമ്മൾ പറയുന്നതാണ് ഇത്. ഖാല ജാൻ, ഖാല ജാൻ. ഖാല അറിയാലോ ആരാണ്? ഉമ്മയുടെ അനിയത്തി. ആ ഒരു റിലേഷനാണ് നമ്മൾ പറയുന്നത് ഖാല എന്ന് പറയുന്നത്. ഖാല ജാൻ, മാമു ജാൻ അമ്മാവൻ എന്നുള്ളത്, അബ്ബ ജാൻ, അമ്മി ജാൻ, ദാദാ ജാൻ, ദാദാ വല്യപ്പ, അബ്ബ, അമ്മി, ദാദാ, ദാദി, ഖാല, ഖാലി, നാന, നാനി. ഇങ്ങനെയൊക്കെയാണ് റിഷ്തയുള്ളത്. ഭായി, ഭായി ജാൻ, ഇങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി കുറച്ച് പദങ്ങളുടെ അർത്ഥം നോക്കാം. ഖരീബ് എന്നുള്ളതാണ്. ഖരീബ് എന്ന് പറഞ്ഞാൽ നിയർ, നിയർ എന്നുള്ള അർത്ഥം ഉപയോഗിക്കുന്നതാണ്. പാസ് എന്നുള്ള അർത്ഥം. ശുക്രിയ, താങ്ക്സ്. മന, മന കർണ എന്ന് വെച്ചാൽ റിഫ്യൂസ് ചെയ്യുക, എന്ന് വെച്ചാൽ കഴിക്കരുതെന്ന് പറയാം, നിഷേധിക്കുക എന്നൊക്കെ പറയാലോ. നമ്മൾ കാണാറുണ്ടല്ലോ സിഗരറ്റ് പീന മനാ ഹേ, യഹാ പേഷാബ് കർണ മനാ ഹേ, യഹാ തോക്ന മനാ. തോക്ന തുപ്പ, പേഷാബ് കർണ മൂത്രം ഒഴിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ എല്ലായിടത്തും കാണുന്നതാണ്. നോക്കാം. ആപ്പ, ആപ്പ എന്ന് പറഞ്ഞാല് നമ്മുടെ എൽഡർ സിസ്റ്റർ, താത്ത എന്നുള്ളതിനാണ് ഉപയോഗിക്കുന്നത്. നോക്കാം. സാൽഗിര, ആനിവേഴ്സറി. സാൽഗിര ബർത്ത് ആനിവേഴ്സറിക്കാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. നോക്കാം. അടുത്തത് മുബാറക് ഹോ. മുബാറക് എന്നാണ് കൺഗ്രാജുലേഷൻസ്, വിഷ് ചെയ്യാണ്, കൺഗ്രാജുലേഷൻസ്. ഖുഷ് രഹോ, ബി ഹാപ്പി, സന്തോഷിച്ചിരിക്കുക. തശ്രീഫ് രഖിയേ, പ്ലീസ് ബി സീറ്റഡ്, എന്നിരുന്നാലും നടത്തലാണ്. സരൂർ, ഷുവർ, തീർച്ചയായും. ഖാലജാൻ, മെറ്റേണൽ ഓണ്ട്. അടുത്ത് നോക്കാം. ആദാബ്. ആദാബ് നമ്മൾ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നോക്കാം. ഇനി നമ്മളിപ്പോ ഈ പഠിച്ചതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിനെ വെച്ചിട്ട് കുറച്ച് എക്സസൈസ് ആണ്, നമ്മുടെ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. जुमलों को खाली जगहों में मुनासिब लफ्जों से भरिए. जुमलों की खाली जगहों को, ഈ ജുംല വാക്ക്. അപ്പൊ ഈ വാക്യത്തിൽ തന്നിരിക്കുന്ന ഖാലി ജഗഹോങ്കോ, ഖാലി ഖാലി ആയിട്ടുള്ള ഖാലി സ്ഥലങ്ങളെയൊക്കെ എന്ത് ചെയ്യണം? മുനാസിബ് ലഫ്സോസ് ഭരിയെ. മുനാസിബ് എന്ന് വെച്ചാൽ റിലേറ്റഡ് ആയിട്ടുള്ള ബന്ധപ്പെട്ട പദങ്ങളുമായിട്ട് എന്ത് ചെയ്യണം? അതിന് തെരഞ്ഞെടുത്ത് ബ്രാക്കറ്റിന് തെരഞ്ഞെടുത്തിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ തന്നിരിക്കുന്നത് ഭരണങ്ങൾ നിറക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്നുള്ളതാണ്, യൂസിംഗ് ദി അപ്രോപ്രിയേറ്റ് വേർഡ്സ് എന്നുള്ളത്. നോക്കാം. മേരെ ഡാഷ് ബൈട്ടോ. അപ്പൊ ഇവിടെ എന്താ ഉണ്ടാവുക? ഇവിടെ 3 പദങ്ങൾ തന്നിരിക്കുന്നു. ഒന്ന് മന എന്നുള്ളത്, വിലക്ക് എന്നുള്ളത്. ഖരീബ് എന്ന് പറഞ്ഞാൽ പാസ്, അടുത്തെന്നാണ്. ഒന്ന് ഖുഷി എന്നാണ്, സന്തോഷം. നോക്കാം. മേരെ ബൈഠോ, മേരെ എന്ന് പറഞ്ഞാൽ എന്റെ, ബൈഠോ എന്ന് പറഞ്ഞാൽ ഇരിക്കും എന്നുള്ളതാണ്. അപ്പൊ എന്തായിരിക്കും ഇവിടെ വരുന്നത്? മേരെ ഖരീബ് ബൈഠോ. അടുത്ത് നോക്കാം. ഡോക്ടർ നെ ഡാഷ് കിയാ ഹേ. ഡോക്ടർ നെ, ഡോക്ടർ എന്ത് ചെയ്തിട്ടുണ്ട്? കിയാ ഹേ, ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്തിട്ടുണ്ടാവുക? ഖുഷി കിയാ ഹേ എന്ന് വരൂല, ഖരീബ് കിയാ എന്ന് വരൂല, മന എന്ന് വരൂല, വിലക്കുക എന്നാണ്. ഡോക്ടറിനെ മന കിയാ ഹേ. മന എന്ന് എഴുതും, പക്ഷെ മനാന്നേ വായിക്കുള്ളൂ. അടുത്തതാണ് എന്ത്? ഹമേ ഹോഗി. ഹമേ നമ്മൾക്ക്, ഹോഗി ഉണ്ടാവും. എന്തുണ്ടാകും? അതൊന്നുമില്ല. അപ്പോ നോക്കാം. മന വിലങ്ങ എന്നുള്ളതാണ്. ഖരീബ് എന്ന അടുത്താണ്. രണ്ടും ആകെ യോജിക്കൂലല്ലോ. പിന്നെ എന്തേ ഉള്ളൂ? ഖുഷി എന്നുള്ളത് യോജിക്കുള്ളൂ, സന്തോഷം. ഹമേ ഖുഷി ഹോഗി, നമുക്ക് സന്തോഷമാകും. വി വിൽ ഫ്ലഷ്, ആർക്കാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തൊന്ന് നോക്കാം. സഹി ജുംലെ പർ നിഷാൻ ലഗായിയെ. കറക്റ്റ് ആയിട്ടുള്ള പദത്തിൽ ടിക്ക് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളതും അല്ലാതും തന്നിട്ടുണ്ട്. നോക്കാം. ഇങ്ങനെ ഇതിലാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. ആപ് ഭീ ഖായിയെ. ആപ് താങ്കൾ, ഭീ താങ്കളും എന്നുള്ളതിൽ ഉപയോഗിക്കുന്നു. ഖായിയെ അതാണോ ശരി? അതോ ആപ് ഭീ ഖാവോ എന്നുള്ളതാണോ ശരി?
സ്വാഭാവികമാണ്. ആപ്പ് എന്നാണ് വന്നത്, അപ്പൊ എന്തായിരിക്കും? ഖായിയേ. ഇവിടെ എന്താ വന്നത്? ഖാവോ എന്നല്ലേ? തും ഖാവോ, തും ഭി ഖാവോ, ഇത് കറക്റ്റ് ആണ്. തും ഭി എന്ന് വരികയാണെങ്കിൽ കറക്റ്റ് ആണ്. ഇവിടെ ആപ്പ് എന്ന് വന്നതായതുകൊണ്ട് എന്താണ് ശരി? ഫസ്റ്റതാണ് ആപ് ഭി ഖായിയേ എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ്. അടുത്തത് ഹം ജറൂർ ആയേഗ. ഹം ജറൂർ, ഹം എന്ന് ഒന്ന് ആയേഗ എന്ന് വരുമോ? ആലോചിക്കണം. അടുത്തെന്താണ്? ഹം ജറൂർ ആയേങ്കേ. ഹം എന്ന് പറഞ്ഞാൽ ആയെങ്കി എന്നേ വരുള്ളൂ. അപ്പോ അതാണ് കറക്റ്റ്. ഇനി അടുത്ത് നോക്കാം. ആപ്പ കൽ മേരെ ഘർ തശ്രീഫ് ലായിയേ. ഒന്ന് അതാണ്. രണ്ടാമത്തെ എന്താണ്? ആപ്പ കൽ മേരെ ഘർ തശ്രീഫ് ലാവോ. ആപ്പ എന്ന് പറഞ്ഞ എന്താണ്? എൽഡർ സിസ്റ്റർ ആണ്. പ്രായം ചെന്ന അല്ലെങ്കിൽ എന്താണ് മൂത്ത സഹോദരിക്കാണ് നമ്മൾ ആപ്പ എന്ന് പറയുന്നത്. അപ്പൊ ആപ്പ താങ്കളും വരണം എന്നേ പറയുള്ളൂ. എന്താണ്? താങ്കളും വന്നാലും എന്നുള്ള അർത്ഥത്തിലാണ് റെസ്പെക്ടോടുകൂടി പറയാ. അപ്പൊ എന്താവുള്ളൂ? ആപ്പ കൽ മേരെ ഘർ തശ്രീഫ് ലായിയേ. ആപ്പ് എന്നുള്ളതിനാണ് ഇവിടെ ആപ്പ എന്ന് തോന്നുന്നല്ലോ. അപ്പൊ ആപ്പ് തശ്രീഫ് ലായിയേ എന്നുള്ളത് ആ അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുക, റെസ്പെക്ടോട് കൂടി. അപ്പൊ ഇതാണ് കറക്റ്റ്. മറ്റെന്താണ്? ആപ്പ കൽ മേരെ ഘർ തശ്രീഫ് ലാവോ. ഇന്ന് നമ്മളെക്കാളും പ്രായം കുറഞ്ഞ ആളുകളെ റെസ്പെക്ട് ഇല്ലാതെയാണ് ലാവോ, ഖാവോ, പിയോ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. നോക്കാം. അടുത്ത ഒരു എക്സസൈസ് ആണ്. എന്ത്? ലഫ്സോं से जुमले बनाइए അല്ലെങ്കിൽ ജുംലോ में इस्तेमाल कीजिए എന്ന അർത്ഥത്തിലേക്ക് ഉപയോഗിക്കുന്നതാണ് ഇത്. ഒന്ന് തന്നിരിക്കുന്ന മന എന്നാണ്. മന എന്ന് പറഞ്ഞാൽ വിലക്കുക. അപ്പൊ ഡോക്ടറിന് എന്താണ്? ചില വസ്തുക്കളൊന്നും കഴിക്കരുത് എന്ന് വിലക്കിയിട്ടുണ്ട്. ഡോക്ടറിന് നമുക്ക് അങ്ങനെ പറയാം. ഈ എന്താണ്? डॉक्टर चावल खाने से मना किया है. डॉक्टर मीठी चीजें खाने से मना किया है. മധുരമുള്ള വസ്തുക്കൾ കഴിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. മറ്റൊന്ന് നമുക്ക് പറയാം. എപ്പോഴും സിഗരറ്റ് കൂടുമ്പോൾ കാണുന്നത് സിഗരറ്റ് പീന മനാ ഹേ, ഷറാബ് പീന മനാ ഹേ. ഇങ്ങനെ അതിന് നൊക്സാന്താ ഹേ, നഷ്ടം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ മന എന്ന് പറഞ്ഞാൽ വിലക്ക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അടുത്ത എന്താണ്? മുബാറക്, ആശംസകൾ. അപ്പോ ഈദ് की मुबारकबाद. അപ്പൊ എന്താണ്? ഭായ് സാബ് ആപ്പമേ ഈദ് की मुबारकबाद പേഷ് करता हूं. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യണം? ബേട്ടിക്ക് സാൽഗിരാ पर മുബാറക് ഹോ. ഇങ്ങനെ നമുക്ക് എന്താ പറയാം? ആ മുബാറക് എന്നുള്ളതിനെ ആശംസകൾ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം. തശ്രീഫ്, തശ്രീഫ് എന്ന് പറഞ്ഞാല് നമ്മൾ ആ ഒരു റെസ്പെക്ടോട് കൂടി പറയുന്നത് തശ്രീഫ് ലക്കിയെ, താങ്കൾ വന്ന് ആസന്നിധനായിരുന്നാലും അർത്ഥമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ്? തശ്രീഫ്. അപ്പൊ നമുക്ക് എന്താ പറയാം? ആപ് കബ് തശ്രീഫ് ലായേ. ഡോക്ടർ സാഹബ് ആപ് കബ് തശ്രീഫ് ലായേ. ഡോക്ടർ സാഹിബ് അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് വന്നത്? ആപ് കബ് യഹാ പർ തശ്രീഫ് ലായേ. അല്ലെങ്കിൽ ആയി ആപ് തശ്രീഫ് ലക്കിയെ. ഇങ്ങനെ എന്തെങ്കിലും വെച്ച് നമുക്ക് പൂരിപ്പിക്കാവുന്നതാണ്, ചെയ്യാവുന്നതാണ്. അടുത്താണ് ഖരീബ്. ഖരീബ് എന്ന് പറഞ്ഞാൽ പാസ് എന്നുള്ളതിനാണ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് എന്താ അറിയാം? കാലിക്കറ്റ് യഹാ സെ ഖരീബ് ഹെ, ബീച്ച് യഹാ സെ ഖരീബ് ഹെ. എന്താ പറയാ? അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമ്മുടെ അടുത്തുള്ള ഒന്നിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാം. നിലമ്പൂർ യഹാ സെ ഖരീബ് ഹെ. ഇങ്ങനെ अरे एयरपोर्ट हमारे करीब है നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് നോക്കാം. ജറൂർ, ഓഫ് കോഴ്സ്, തീർച്ചയായും ഉപയോഗിക്കുന്നതാണ്. കൽ മുझे वहां जरूर जाना है. मैं जरूर खाना खाऊंगा. मैं वहां जरूर जाऊंगा. ഇങ്ങനെ ആപ് ജറൂർ ആയിയേ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഇനി ഒന്നാണ് അടുത്തൊരു എക്സസൈസ് ആണ്. അവസാനത്തേതാണ് ഈ ചാപ്റ്ററിലെ. सही जवाब पर टिक निशान लगाइए. टिक और ठीक, सही का निशान लगाइए. करेक्ट ആയിട്ടുള്ളത് ടിക്ക് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. सीमा को डॉक्टर ने कौन सा फल खाने से मना किया है? सीमा को, सीमे डॉक्टर ने, डॉक्टर साहब ने कौन सा फल, फल पഴം, कौन सा ഏത് പഴം
കഴിക്കുന്നതിനെയാണ് ഖാനെ സെ മനാ കിയാ ഹെ, കഴിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. 3 ചോയ്സ് തന്നിരിക്കുന്നു. ഒന്ന് ആം, നാഷ്പായത്തി, സേബ്. ഇത് എന്താണ് നമ്മൾ പഠിച്ചത്? സേബ് ഖാനെ സെ മനാ കിയാ ഹെ. അടുത്തെന്താണ്? ഇക്ബാൽ കിസ് മौके पर सीमा को अपने घर आने की दावत दे रहे हैं. ഇക്ബാൽ കിസ് മौके पर, in which situation? അപ്പൊ എന്ത് സാഹചര്യത്തിലാണ് സീമാക്കോ സീമയെ അപ്പനെ ഘർ ആനെ കി, എന്റെ അപ്പനെ ഘർ വീട്ടിലേക്ക് ആനെ കി വരുന്നതിനുള്ള ദാവത്ത് ദേ രഹേ ഹേ ക്ഷണിക്കുന്നത്. എന്തിനു വേണ്ടിയാ ക്ഷണിക്കുന്നത്? അവിടെ എന്താ പ്രോഗ്രാം ഉള്ളത് എന്ന്. ഷാദിയാണോ, സാൽഗിരയാണോ, അതോ അഖീഖയാണോ? ഷാദി കല്യാണമാണോ, അല്ല സാൽഗിര എന്ന് പറഞ്ഞാൽ അവിടെ ബർത്ത്ഡേ പാർട്ടിയാണോ, അഖീഖ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മുടി കളച്ചിലാണോ? അപ്പോ ഇങ്ങനെയാണ്. ഇതുപോലെ ഒരു കോൺവെർസേഷൻ തയ്യാറാക്കാൻ ശ്രമിക്കുക, ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ശുക്രിയ.